നമസ്കാരം, ലൈവ് ടി ന്യൂസിലേക്ക് സ്വാഗതം. കുറച്ച് സിനിമാ വിശേഷങ്ങളും സെലിബ്രിറ്റി വിശേഷങ്ങളും കേട്ടാലോ? എന്നാൽ പ്രധാന വാർത്തകൾ. 14 വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും ദിലീപും ഒന്നിക്കുന്നു. ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ബബ്ബയിൽ. സിനിമാ പ്രേമികൾ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന എമ്പുരാന്റെ സെൻസർ വിവരങ്ങൾ പുറത്ത്. US 16+ വിഭാഗത്തിലാണ് ചിത്രം സെൻസർ നേടിയിരിക്കുന്നത്. 10 സെക്കൻഡ് ഒഴിവാക്കി ചിത്രത്തിന്റെ മുഴുവൻ ദൈർഘ്യം 3 മണിക്കൂറിനടുത്താണ്. ജാനേമൻ, ജയ 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 ഹേ, ഫാലിമി എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ചിയേഴ്സ് എന്റർടൈൻമെന്റ് ബാനറിലെത്തുന്ന ധീരൻ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ഭീഷ്മപർവം എന്ന ഒറ്റ മെഗാ ഹിറ്റ് ചിത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ ദേവദത്ത് ഷാജിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. മാർക്കോയുടെ വിലക്ക്. സെൻസർ ബോർഡിനെതിരെ നിർമ്മാതാക്കളുടെ സംഘടന. സെൻസർ നടത്തി പ്രദർശനയോഗ്യമെന്ന് സർട്ടിഫിക്കറ്റ് നൽകിയതിനു ശേഷം ടെലിവിഷനിൽ പ്രദർശനം നടത്തരുത് എന്ന് പറയുന്ന തീരുമാനം ശരിയല്ല എന്ന് നിർമ്മാതാക്കളുടെ സംഘടന അറിയിച്ചു. രാജമൗലി ചിത്രത്തിന് വേണ്ടി മഹേഷ് ബാബുവിനോടൊപ്പം ഒഡീഷയിലേക്ക് പറന്ന് പൃഥ്വിരാജ്. ദക്ഷിണേന്ത്യ സിനിമാ പ്രേമികൾ ഒന്നടക്കം കാത്തിരിക്കുന്ന മഹേഷ് ബാബു രാജമൗലി ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു. ഹൈദരാബാദിൽ നിന്നും സിനിമയുടെ ലൊക്കേഷനിലേക്ക് തിരിക്കുന്ന പൃഥ്വിരാജും മഹേഷ് ബാബുവാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരങ്ങൾ. കലാഭവൻ മണിയുടെ 9ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സംവിധായകൻ വിനയൻ പങ്കുവച്ച വാക്കുകൾ വിവാദമായി. ഫെഫ്കയ്ക്കെതിരെയാണ് വിനയന്റെ വാക്കുകൾ. താൻ പൂജ നടത്തിയ ഗുണ്ട എന്ന ചിത്രത്തിന്റെ പേര് മാറ്റി. പൂജ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തു. സൂപ്പർ ഫൺ സീരീസ് എന്ന് ദുൽഖർ പ്രശംസിച്ച് നിവിനും വിനീതും. അഭിനന്ദനങ്ങൾ നേടി ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. നീരജ് മാധവ്, അജു വർഗീസ് കൂട്ടുകെട്ടിൽ ജിയോ ഹോട്ട്സ്റ്റാറിലെത്തിയ ഏറ്റവും പുതിയ സീരീസായ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ പ്രേക്ഷക ശ്രദ്ധ നേടുകയാണ്.